ചക്കയും ബീഫും. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളെ പറമ്പിലെ ലാസ്റ്റ് ചക്കയാണ് ഇത്. നമ്മളെ കുഞ്ഞിപ്പാലിന് ആദ്യം പിടിച്ച ചക്കയാണ്. അപ്പൊ ഒന്ന് പഴുത്തിന്, ഒന്ന് നല്ലോണം മൂത്തിട്ടുണ്ടേ. ചെറിയ ചക്കയാണ്. അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് ബീഫും വാങ്ങിയില്ലേ, ബീഫും എല്ലാം അടക്കം. അപ്പൊ അത് വെച്ചിട്ട് ബീഫും ചക്കയും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് അതിൽ സെറ്റാക്കി നോക്കട്ടെ. ബീഫ് കഴുകി മുറിക്കാനുണ്ട്, ചക്ക നോക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. നീ ഇത് പാങ്ങാക്കിയ, ഞാൻ ബീഫ് അപ്പം മുറിച്ചതാ. നീ ബീഫ് കൈകൊണ്ട് തൊടൂലല്ലോ. നീ എന്നെ പാഞ്ചിക്കണേ. അപ്പൊ നമ്മുടെ ചക്കയെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. ലതേനെ കാണുന്നില്ലല്ലോ. അത്ര സമയം ഞാൻ വിളിക്കുന്നു. ഇന്നാന്ന് വിളിച്ചണിയാ. അവിടെ വെക്ക്. ചെറിയ ചൊളയാ, നല്ലോണം മൂത്തിന്. ഇത് പഴുത്തിന് കേട്ടാ. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. നീ ബീഫ് കൂട്ടൂലല്ല. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. കഴിഞ്ഞ വെച്ചിട്ട് പിള്ളേർക്ക് ആണോ ഇഷ്ടപ്പെട്ടു അല്ലേ? അതുകൊണ്ട് വാങ്ങിനി. അച്ഛ ഇതേപോലെ ആക്കണം പറഞ്ഞു, ചക്കയും ബീഫും. അതുകൊണ്ടാ കുറച്ച് വാങ്ങിനി. അല്ലാണ്ട് ഇവിടെ ആരും കൂട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങൾ ഇഷ്ടമല്ല, നമ്മളിഷ്ടം അല്ലേ? ഞാൻ കൂട്ടുവേ. ഏതാ കത്തിയതേ? അപ്പൊ നമ്മുടെ ചക്കയുടെ ചുളയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് പാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെയും വേഗം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊന്ന് അപ്പൊ നമ്മുടെ ബീഫും കൂടെ പെട്ടെന്ന് മുറിച്ച് കിട്ടാൻ. ഇത് കൊട്ടാണ് കേട്ടോ, കുറെ കൊട്ടുണ്ട്. കൊട്ട് നമ്മളെ ഇങ്ങോട്ട് എല്ലിനെല്ലാം കൊട്ട് എന്നെല്ലാം പറയല്ലേ. എന്നാ പിന്നെ ഇനി നമ്മുടെ ചക്കയും ബീഫും ആക്കാൻ തുടങ്ങിയ. അപ്പോ ബീഫ് നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. ചക്ക ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയെ ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മുടെ മുളക് പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി 1, 2, 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ട്. കുറച്ച് കുറഞ്ഞു വരുമോ ഒരു സംശയം. 1 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലിപ്പൂട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല നമുക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെക്കുക, വേവിക്കുക. അപ്പോൾ വേവട്ടെ. ഒരു 5 വിസിലായിട്ടായി. അപ്പം നമ്മുടെ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ബീഫിൽ കുറച്ച് ഇട്ടിനി ചക്കക്കൂണ. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കാൻ വന്നു കേട്ടോ. കുറച്ച് വെള്ളം കുറവാണ്. ഇപ്പൊ 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചക്കയും കൂടെ വെന്തിട്ടുണ്ടേ. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് പണിയുണ്ടേ, ഉടച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടേ. കണ്ടാ, ഉപ്പ് നോക്കട്ടെ. അതിലുണ്ട് ബീഫിന്റെ പൊട്ട് വായിരുന്നു, ഉപ്പും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് തൽക്കാലം ഇടാൻ കേട്ടെ. ഇതിലേക്ക് വറുത്തിടാനുണ്ട്. അപ്പൊ നമ്മുടെ കുറച്ച് ചെറിയ ഉള്ളിയുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. എന്താ മണം ചെറിയ ഉള്ളി. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയല്ല, നമ്മുടെ ചക്കയും ബീഫും എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം. ഇതാ മണം, വായും വെള്ളം വരുന്നു. ഓക്കെ, നമ്മളെ കഴിക്കാൻ ഞാൻ മാത്രമേ ഇല്ലു. പിള്ളേരുടെ സ്കൂൾ പോയിട്ടില്ല. ഓക്കെ, ബാക്കിയുടെ നോക്കട്ടെ. അപ്പം നോക്കേ, അത് ബീഫിന്റെ കൊട്ട കിട്ടിയത്. ചക്ക ചക്കി ഒന്നും പറയാനില്ല. സംഭവം സൂപ്പറാണ് കേട്ടാ. ചക്കുണ്ടെങ്കിൽ കുറച്ച് ബീഫിന് എല്ലാം വാങ്ങിയിട്ട് ഇതൊരാക്കിപ്പോ പിള്ളേർ ഇല്ലാണ്ടായിപ്പോയി. ഇടക്ക് ശേഷം കൊടുത്തു നോക്കാം, തിന്നു നോക്കട്ടെ. ആ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടി വരുമ്പോണ്ടല്ല ടേസ്റ്റ് വേറൊരു ലെവലിൽ പോയി. ഇടക്കത്ത് എല്ലുണ്ടാവുക.
ആസ്വദിച്ച് തിന്നുക. നല്ല മഴയും കൂടി വേണമായിരുന്നു. മഴക്കാലം ഞങ്ങൾ പിടിച്ചിട്ടില്ല. എല്ലിന് നല്ല വളർച്ചയുണ്ട് കേട്ടോ. ഇന്നലെ ചോറ് വേണ്ട, ഉച്ചയ്ക്ക് ചെയ്ത് മതി. നമ്മൾ അത് കഴിക്കട്ടെ. ഓക്കെ.